ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. എ കമ്പനി വിത്ത് ഇറ്റ്സ് ഹെഡ് ഓഫീസ് അറ്റ് കൊച്ചിൻ ഹാസ് എ ബ്രാഞ്ച് അറ്റ് തൃശൂർ. ബ്രാഞ്ച് അപ്പം തൃശ്ശൂരിലാണുള്ളത്. Goods are invoiced to the branch at cost plus 33.13%. ഇൻവോയ്സ് ചെയ്യുന്നത് എത്ര ശതമാനത്തിലാന്നാ പറഞ്ഞത്? 33.33%. ഓക്കെ, മനസ്സിലാക്കുക. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകളൊക്കെ ഇൻവോയ്സ് പ്രൈസിലാണുള്ളത്. നമ്മുടെ അടുത്തുള്ള ഇൻവോയ്സ് ചെയ്തത് എത്ര രൂപക്കാ? 33.33 പ്ലസ് കോസ്റ്റ്. അപ്പൊ കോസ്റ്റ് നമുക്കറിയോ, എല്ലാത്തിലും ഇൻവോയ്സ് പ്രൈസ് ആണുള്ളത്. ഇവിടെ നോക്കിയാലും എല്ലാ ഇൻവോയ്സ് പ്രൈസില. അപ്പൊ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യൂല, അറിയൂല. അപ്പൊ കോസ്റ്റ് നമ്മൾ എത്ര എടുക്കും? 100 എടുക്കും. ഇവിടെ നമ്മൾ എന്തെടുക്കും? കോസ്റ്റ് 100 എടുത്തു. ലോഡിംഗ് എമൗണ്ട് 33.33, കുറച്ച് അധികം ഇട്ടേക്ക്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് എക്സാക്ട് എമൗണ്ട് കിട്ടാൻ. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എത്രയായി മാറും? 133.333. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇത് വർക്ക്ഔട്ട് ചെയ്താൽ മതി. 33.33 ഇത് കുറച്ച് അധികം 3 ഇട്ടേക്കണ്ടി. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 333. ഞാൻ ആ ഫ്രാക്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 25% കിട്ടും. അപ്പോൾ കോസ്റ്റില് 33.33 ആണെങ്കിൽ ഇൻവോയ്സിൽ അത് 25% ആയിരിക്കും. അത് അങ്ങനെ മനസ്സിലാക്കിയാലും മതി. അത് നമ്മുടെ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ലോജിക്കിന്റെ അനുസരിച്ചാണ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് എന്ത് ചെയ്യും, വർക്ക്ഔട്ട് ചെയ്ത് കിട്ടും ചെയ്യും. ഓക്കെ, വിച്ച് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ കോസ്റ്റ് പ്ലസ് 33% ആണ്, അത് തന്നെയാണ് സെല്ലിംഗ് പ്രൈസും. ഇൻവോയ്സ് പ്രൈസ് തന്നെയാണ് എന്ത് സെല്ലിംഗ് പ്രൈസും. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഇൻ റെസ്പെക്ട് of the branch for the year ended 31st March 2025. You are required branch stock, branch debtors, branch adjustment, branch profit and loss account. ഇത്രയും ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ഇങ്ങനെ 3-4 അക്കൗണ്ട്സ് ഉണ്ടാക്കാനായിരിക്കും ചോദിക്കുക. 10 മാർക്കിന് ബ്രാഞ്ചിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. എല്ലാം കൂടെ ചോദിക്കുകയാണെങ്കിൽ 10 മാർക്കിന് തികയൂലല്ലോ, 10 മാർക്കിൽ ഏറെ വരൂലേ. ഓക്കെ, അപ്പൊ എന്നിട്ട് തന്ന ഡാറ്റകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഡാറ്റ നോക്കുക, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. പിന്നെ എന്താണ്, സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച്, അതായത് ഓപ്പണിംഗ് ഉണ്ട് ഇൻവോയ്സ് പ്രൈസിൽ. ക്യാഷ് സെയിൽ ഉണ്ട്, റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സ് ഉണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസസ് പെയ്ഡ് ഇൻ ക്യാഷ് ഉണ്ട്, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, ബാഡ് ഡെറ്റ്സ് ഉണ്ട്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് ബാലൻസ്, ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ഡെറ്റേഴ്സ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഉണ്ട്, ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഉണ്ട്. പിന്നെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ചെക്ക് റിട്ടേൺഡ് ഡിസോണർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഡെറ്റേഴ്സിന്റെ ഡിസോണർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ബിൽസ് കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് എൻട്രി ഇടുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചെക്ക് ഡിസോണർ ആയതിന് ബില്ലാണ്, ചെക്ക് എന്നല്ല പറഞ്ഞ ചെക്ക്. അപ്പൊ നമ്മൾ സാധാരണ ചെക്ക് കിട്ടുമ്പോൾ ചാനൽ എന്തായിട്ടുണ്ടാവുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് എന്നിട്ടുണ്ടാവും, ബ്രാഞ്ച് ഡെറ്റേഴ്സ്. അപ്പോൾ ഡിസോണർ ആകുമ്പോൾ തിരിച്ചു ഉൾട്ട എൻട്രി ഇടണം. അതെന്താണ്, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, ആ എൻട്രി പാസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ആവും. ഓക്കെ, ബാക്കി ഞാൻ ഒരുപാട് നീട്ടി വലിച്ചു പോകുന്നില്ല. കാര്യങ്ങൾ നമുക്ക് നമ്മോട് ചെയ്യാൻ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്തു പോവാം. ഇത് ഞാൻ മാർക്കപ്പിന്റെ ആ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് പെർസെൻറ്റേജ് വരുന്നത് എന്നുള്ളത്. ആ ഒരു കാൽക്കുലേഷൻ ആണ്, അതിന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. 100 അങ്ങനെ ഈ കാൽക്കുലേഷൻ വന്നു, ലാസ്റ്റ് 33 ഇങ്ങനെ വരുമ്പോൾ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 25% കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ പോകുന്നത്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നോക്കി ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ആൻസർ. ബ്രാഞ്ച് സ്റ്റോക്ക് വേണം നമുക്ക്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് വേണം, ബ്രാഞ്ച് ഡെറ്റേഴ്സ് വേണം, ബ്രാഞ്ച് പേ ഹാൻഡിൽ വേണം. ഞാൻ ആദ്യം ഓപ്പണിംഗ് ബാലൻസസ് ഒന്നെടുക്കാം, അതിനുശേഷം നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് എടുത്തു പോവാം. അതുകൊണ്ട് തന്നെ ആദ്യ ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസിന്റെ ഡീറ്റെയിൽ എടുത്തു. ഓപ്പണിംഗ് ബാലൻസ് ഇൻവോയ്സ് പ്രൈസിലാണ് എന്ന് പറഞ്ഞു. നമ്മൾ ഏത് മെത്തേഡിലാണ് ഫോളോ ചെയ്യുന്നടാ, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡാണ്. സ്റ്റോക്ക് ആൻഡ്
ഡെറ്റേഴ്സ് മെത്തേഡാണ്. അങ്ങനെ മനസ്സിലായി. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് വരുന്നൊക്കെ ഏത് മെത്തേഡാണ്? ഈ ഒരു മെത്തേഡാണ്. അപ്പം ഓപ്പണിംഗ് ബാലൻസ് സ്റ്റോക്കിൽ കൊണ്ടുവരണം. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്റ്റോക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് എന്ത് വേണം? സ്റ്റോക്ക് റിസർവ് നമ്മൾ എന്ത് ചെയ്യണം. ഈ രണ്ട് എൻട്രി ഡീറ്റെയിൽസ് ആണ് വരേണ്ടത്. അപ്പോൾ 24,000 രൂപ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 24,000 രൂപന്റെ എന്ത് വേണോടാ? 33.33 ഡിവൈഡ് ബൈ 133.33 കൊടുക്കുക. അല്ലെങ്കിൽ 24,000 ഇൻറ്റു 25% ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിന്റെ എൻട്രി വരും. അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. ഇതിൽ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കാൽക്കുലേഷൻ ഇതാണ്. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചു. ഇനി അടുത്തത് ഇതാണ്. ഫസ്റ്റ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലെ സ്റ്റോക്ക് എന്ത് ചെയ്യണം? കൂടണം. അപ്പൊ സ്റ്റോക്ക് എന്താണ്? അസറ്റ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? അതിലെ ലോഡിംഗ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇതിന്റെ എൻട്രി ലെവലിൽ 3 സ്ഥലങ്ങളിൽ ട്രാൻസാക്ഷൻ പോകണം. ഒന്നെന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക്, അത് കൂട്ടണം. പിന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്, അത് എവിടെ വരണം? ക്രെഡിറ്റ് സൈഡിൽ വരണം. എന്ത്? ബ്രാഞ്ച് സ്റ്റോക്ക് എഴുതിയിട്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റില ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ എന്ത് വേണം? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, അതിനു പുറമെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്ത് വേണം? ഇവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ലോഡിംഗ് എമൗണ്ട് ഒഴിവാക്കണം. ആ എമൗണ്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരണം. ഇത്രയും കാര്യങ്ങൾ വേണം. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യൂല? ആ ഒരു എമൗണ്ട് പിന്നെ ആ ഒരു ലെഡ്ജറിൽ കാണൂല എന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യാം. എന്തൊക്കെയാ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 4,80,000 ആണ്. അപ്പൊ ഇനി യഥാർത്ഥത്തിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് വേണടാ? ഈ ഒരു ലെഡ്ജറിൽ ഇവിടെ എന്ത് വേണം? ഇത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതിയിട്ട് എന്ത് വേണം? 4,80,000 വേണം. അതുപോലെ തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് വേണം? ഇതിന്റെ എമൗണ്ട് എത്ര? 4,80,000ന്റെ 25% എത്ര ഉണ്ടാവും? 1,20,000 റേഞ്ചിൽ വരും. ഓക്കെ, ഈ എമൗണ്ട് എന്ത് ചെയ്യണം? അത് കാണിക്കണം. അത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇതാ 1,20,000 അങ്ങനെ വന്നത് 1,20,000 വന്ന കാര്യമാണ് ഈ പറയുന്നത്. ഈ രീതിയിൽ അല്ലെങ്കിൽ 25% ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 1,20,000 കിട്ടി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് സെയിൽ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് സെയിൽ ഇവിടെ റെക്കോർഡ് ചെയ്യാം. ക്യാഷ് സെയിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ബ്രാഞ്ച് സ്റ്റോക്കിൽ എന്ത് ചെയ്യണം? ബ്രാഞ്ച് സ്റ്റോക്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അത് സ്റ്റോക്ക് കുറയല്ലേ സെയിൽ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് ബ്രാഞ്ച് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ എടുക്കുക. റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് 60,000 രൂപ റിട്ടേൺ കിട്ടി. അപ്പൊ ഇതിനടുത്ത് എന്താ? 2 ഏരിയയിൽ പോകണം. ഒന്ന് ബ്രാഞ്ച് സ്റ്റോക്കില്. കസ്റ്റമേഴ്സിന്റെ അടുത്ത് റിട്ടേൺ കിട്ടി കഴിഞ്ഞാൽ ബ്രാഞ്ചിന്റെ സ്റ്റോക്കിൽ കൂടും. അതേപോലെ തന്നെ ബ്രാഞ്ച് ഡെറ്റേഴ്സിൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെറ്റേഴ്സിന്റെ ബാലൻസ് എന്തെങ്കിലും കുറയും. അപ്പം അസറ്റ് ആണ് ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പൊ ക്രെഡിറ്റ് സൈഡിലും എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ, അതാണ് ഇപ്പോൾ കാണിച്ചത്. ബ്രാഞ്ച് സ്റ്റോക്കിൽ ഈ 60,000 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സിൽ എന്ത് ചെയ്തു? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ എമൗണ്ട് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചിട്ടുണ്ട്. അടുത്ത എന്താണ്? ക്യാഷ് എക്സ്പെൻസസ് പെയ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് എക്സ്പെൻസസ് പെയ്ഡ് ഇൻ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ബ്രാഞ്ച് എക്സ്പെൻസിന്റെ ലെഡ്ജർ ഉണ്ടാക്കുക ചെയ്യാം. അത് നമുക്ക് എന്തില്ല? ക്വസ്റ്റ്യനിൽ എന്തില്ല? ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ വർക്കിംഗ് നോട്ട് ചെയ്തു വെക്കുക, അല്ലെങ്കിൽ ബ്രാഞ്ച് എക്സ്പെൻസസ് ഒന്നിച്ച് നമ്മൾ എഴുതി വെക്കാം. നമ്മൾ സാധാരണ ബ്രാഞ്ച് എക്സ്പെൻസ് എങ്ങനെ എഴുതുക? ബ്രാഞ്ച് എക്സ്പെൻസ് എത്രയാണോ? 53,500 ഒന്ന്. ഈ 53,500 ഉണ്ട്. ഇനിയും ബ്രാഞ്ച് എക്സ്പെൻസസ് ഇവിടെ ഉണ്ട്. ഏതൊക്കെ? ഈ 2 എമൗണ്ടും ബ്രാഞ്ച് എക്സ്പെൻസാ. അപ്പൊ ബ്രാഞ്ച് എക്സ്പെൻസിന്റെ അക്കൗണ്ടിൽ 1,000, 1,500 എന്ന് എഴുതി. ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യും? ബ്രാഞ്ച് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് എത്ര ടോട്ടൽ ഉള്ളത്? ആ എമൗണ്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ച് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് കേസ്. ഓക്കെ, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിലുള്ള കേസാ പറയുന്നത്. നമ്മൾ ഇവിടെ തൽക്കാലം ബ്രാഞ്ച് എക്സ്പെൻസിന്റെ അക്കൗണ്ട് ഉണ്ടാക്കില്ല. വർക്കിംഗ് നോട്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്? ബ്രാഞ്ച് എക്സ്പെൻസിന്റെ വർക്കിംഗ് നോട്ട് വെച്ചിട്ട് അത് ചെയ്യാണ്. ആൾട്ടർനേറ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ബാക്കി 2 ട്രാൻസാക്ഷൻസ് കൂടെ വന്നിട്ട് നമ്മളത് എങ്ങനെയാന്നുള്ളത് തീരുമാനാക്കാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് റിസീവ് ചെയ്ത് എന്താ ഉണ്ടാവുക? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നും ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടിയ ഇനി ഡെറ്റേഴ്സ് തരാണ്ടാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? കുറയും. അസറ്റ് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റിൽ എഴുതണം. അപ്പം ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്താണ്? അസറ്റ് അക്കൗണ്ട് ആണ്. ഇത് അസറ്റ് അക്കൗണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ക്രെഡിറ്റിൽ
റിസീവ് ചെയ്തു. എന്തിനാ അത് ബാങ്ക് എന്ന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡിസോണർ ആയി എന്ന് പറയുന്നുണ്ട്. ഡിസോണർ ആയി എന്ന് പറയുന്നത് എത്ര 5000 രൂപ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ക്യാഷ് ഒന്നും കൊടുക്കായിരുന്നു, പക്ഷെ നമുക്ക് ഡിസോണർ ആവൽ എങ്ങനെയാ ബാങ്ക് എന്നാണ്. അപ്പൊ ഇവിടെ ബാങ്ക് എന്ന് എഴുതാതെ ഡിസോണറുടെ ബാങ്ക് എന്നതിന് ലോജിക്കില്ല. അതുകൊണ്ടാണ് ഫുള്ളി ബാങ്ക് എന്ന് കൊടുത്തത് കേട്ടോ. ഓക്കെ, അല്ലാതെ നമുക്ക് എന്തും ചെയ്യായിരുന്നു, ക്യാഷ് എന്നും എഴുതായിരുന്നു. പക്ഷെ ഇവിടെ ഡിസോണർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബാങ്ക് എന്ന് എഴുതിയത്. ഒരു ലോജിക്ക് വേണ്ടേ നമ്മൾ എഴുതുന്നതിന്. ഡിസോണർ ചെക്ക് തീരെ കിട്ടാതെ ചെക്ക് ഡിസോണർ ആവോ? ഇല്ല. അപ്പൊ ആദ്യം ചെക്ക് വന്നത് എന്ത് ചെയ്യാ, ചെക്ക് എന്ന് പറഞ്ഞ് എഴുതണം എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി ഡിസ്കൗണ്ട് അലൗഡ്. ഇതെന്താണ്, ബ്രാഞ്ച് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്ന് മാത്രമല്ല ഡിസ്കൗണ്ട് ആർക്കാ കൊടുക്കുക, ഡെറ്റേഴ്സിനാണ്. അപ്പൊ ഡെറ്റേഴ്സിന്റെ അടുത്ത് എന്ത് ചെയ്യണം, ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയണം. ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയണമെങ്കിൽ എവിടെ എഴുതണം, ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അത് നല്ലപോലെ മനസ്സിലാക്കുക, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ബ്രാഞ്ച് എക്സ്പെൻസിലായ എമൗണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു വർക്കിംഗ് നോട്ടിൽ. ഇനി ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് എന്താണ്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് എക്സ്പെൻസ് ടോട്ടൽ എന്ത് ചെയ്യണം, കാണിക്കും വേണം. ഓക്കെ, ബാഡ് ഡെറ്റ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇനിയിപ്പം നോക്ക് എന്താണ്ടായത്, വർക്കിംഗ് നോട്ടിൽ ബ്രാഞ്ചിന്റെ ടോട്ടൽ, ബ്രാഞ്ചിന് ഇത്രയും എക്സ്പെൻസ് ആണ് നമുക്കുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്തു, ടോട്ടല് ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് ടോട്ടൽ എന്ത് ചെയ്യണം, ഇത് ജനറൽ P&L കൊണ്ടുപോകണം. ഇനി ഇൻ കേസ് നമ്മൾ ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് എങ്ങാനും അക്കൗണ്ട് ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ ഇതാണ് അവസ്ഥ. മനസ്സിലാക്കുക, ക്യാഷ് എന്നുള്ള രീതിയിൽ 53,000 കൊടുത്തു, അതാണ് ഈ കാണുന്നത്. ഓക്കെ, ഡിസ്കൗണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് എഴുതിയിട്ട് ഈ എമൗണ്ടുകളും കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോട്ടൽ എമൗണ്ട് 56,000 രൂപ എവിടേക്ക് പോകണടാ, ബ്രാഞ്ച് P&Lക്ക് പോകണം. ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനിയിപ്പോ നമ്മൾ ഈ ചെയ്ത ഇതനുസരിച്ചാലും കുഴപ്പമില്ല, ബ്രാഞ്ച് P&Lക്ക് പോയാൽ മതി. അപ്പൊ ഞാൻ ഈ ഒരു എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ബ്രാഞ്ച് P&Lക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, ബ്രാഞ്ച് P&Lക്ക് ഈ എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്തില്ലെങ്കിൽ അത് വിട്ടുപോകുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചത് കേട്ടോ, മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു, 30,000 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓപ്പണിംഗ് ബാലൻസ് അല്ലേ. ഓക്കെ, അപ്പൊ അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും നോർമലി എവിടെ ഉണ്ടാവുക, ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് എത്ര, 36,500. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡിലും കൊടുക്കണം. ഇപ്പൊ ഡീറ്റെയിൽ നമ്മൾ ടോട്ടൽ എന്ത് ചെയ്യും, അസറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ എടുക്കാം. സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. സ്റ്റോക്ക് എത്ര ഉള്ളത്, 48,000. ഇൻവോയ്സ് പ്രൈസിൽ സ്റ്റോക്കിന്റെ വാല്യൂ 48,000 ഉണ്ട്. ഇത് നമുക്ക് കിട്ടി. അപ്പൊ ഈ സ്റ്റോക്കിന്റെ എന്ത് ചെയ്യുന്നതാ, സ്റ്റോക്ക് റിസർവ് കാണണം. ലോഡിംഗ് എമൗണ്ട് 48,000 ഇൻറ്റു 33.33 ഡിവൈഡ് ബൈ 133.33 ചെയ്യണം. അല്ലെങ്കിൽ 48,000 ഇൻറ്റു 25% ചെയ്യണം. 48,000 ഇൻറ്റു 25%. ഓക്കെ, ആ എമൗണ്ട് നമ്മൾ കണ്ടു. സ്റ്റോക്ക് റിസർവ് നമ്മൾ എന്ത് ചെയ്തു, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു. എത്ര, 48,000 ഇത് 12,000 രൂപ. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സ് ചെക്ക് ഡിസോണർ ആയ കേസ് പറയുന്നത് 5,000 രൂപ. അപ്പൊ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ശ്രദ്ധിക്കുക. ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ, ചെക്ക് കിട്ടിയ സമയത്ത് നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പൊ ചെക്ക് ഡിസോണർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഒന്ന് ഫുള്ളി ടോട്ടൽ ചെയ്ത് നോക്കുക, എന്താണ് അവസ്ഥ എന്നുള്ളത്. ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോൾ 3,69,000 ഉണ്ട്. ഇവിടെ എത്ര ഉള്ളത്, 3,69,000. സ്വാഭാവികമായിട്ടും ഇവിടെ വരണം. എത്ര ഇവിടെ ഉള്ളത്, 35,000 ഉള്ളൂ. അപ്പൊ ബാലൻസ് എന്താണ്, ബ്രാഞ്ചിന്റെ ഡെറ്റേഴ്സ് കൂടാനുള്ള കാരണം എന്താണ്, അവർക്ക് കടത്തിന് കൊടുത്തു. അപ്പൊ ക്രെഡിറ്റ് സെയില്. അപ്പൊ ബ്രാഞ്ച് സ്റ്റോക്കിൽ എന്ത് ചെയ്യണം, ഈ ക്രെഡിറ്റ് സെയിലിന്റെ ഡീറ്റെയിൽ വരണ്ടേ. സ്റ്റോക്ക് എടുത്തിട്ടല്ലേ വെക്കുന്നത്. അത്ര ഉണ്ട്, 3,34,000 രൂപ. അപ്പൊ ആ എമൗണ്ട് എന്ത് ചെയ്യണടാ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എടുത്തിട്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സെയിൽ. ഇത് പുതിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പുതിയ അഡ്ജസ്റ്റ്മെന്റ് എന്നല്ല, നിങ്ങൾ സിംഗിൾ എൻട്രിയിലൊക്കെ ഇതേപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതൊന്നും നല്ലപോലെ ശ്രദ്ധിക്കുക. ബ്രാഞ്ച് ഡെറ്റേഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സ് നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുക, 5,64,000. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഉള്ളത്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, സോറി ഇത് ബ്രാഞ്ച് സ്റ്റോക്ക് അല്ലേ, ബ്രാഞ്ച് സ്റ്റോക്ക് ടോട്ടൽ ചെയ്യുക. ഇവിടെ ഈ ഏരിയയിൽ 5,64,000 ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 5,64,000 അല്ല, കുറച്ച് എമൗണ്ടിന്റെ കുറവുണ്ട്. അപ്പൊ സ്റ്റോക്കിൽ കുറവ് എന്ന് പറഞ്ഞാൽ എന്താടാ, സ്റ്റോക്ക് കൂടി കിടക്കുന്ന ഏരിയ എവിടെയും കുറക്കുന്ന എവിടെയാണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഷോർട്ടേജ് എന്ന് മനസ്സിലാക്കുക. പ്രാക്ടിക്കലി നമ്മൾ ഒരു കമ്പനിയിൽ സ്റ്റോക്ക് മുഴുവൻ എണ്ണി വെക്കും. സ്റ്റോക്ക് വന്നതൊക്കെ എഴുതി വെക്കും, സ്റ്റോക്ക് പോയതൊക്കെ എഴുതി വെക്കും. എന്നിട്ട് ലാസ്റ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ഉണ്ട് നോക്കുക. എന്നിട്ട് നമ്മൾ എണ്ണി നോക്കുമ്പോഴുള്ള എമൗണ്ട് നോക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു കേസിൽ എത്ര വരണം, 50,000 രൂപ വരണം യഥാർത്ഥത്തിൽ.
അല്ലെ 5,64,000 കുറച്ചാൽ. പക്ഷെ നമ്മൾ എണ്ണി നോക്കുമ്പോൾ കമ്പനീന്റെ അടുത്ത് നിന്ന് ഫിസിക്കലി വെരിഫൈ ചെയ്യുമ്പോൾ 48,000 ഉള്ളൂ. അപ്പൊ 48,000 അങ്ങനെയാണ് കമ്പനി എന്ത് പറഞ്ഞത്, 48,000 നമ്മുടെ അടുത്തുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2,000 രൂപ എന്താണ്, ഷോർട്ടേജ് ആണ്. ഈ ഷോർട്ടേജ് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. ഈ ഷോർട്ടേജ് അബ്നോർമൽ ഷോർട്ടേജ് ആയിട്ട് പരിഗണിക്കുക. അബ്നോർമൽ ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇതില് ലോഡിംഗ് എമൗണ്ട് എവിടെ പോകണം, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ പോകണം. ഇതിലെ കോസ്റ്റ് എലമെന്റ്, ഇതിന്റെ കോസ്റ്റ് എലമെന്റ് എവിടെ പോകണടാ, ഇതിന്റെ കോസ്റ്റ് എലമെന്റ് ബ്രാഞ്ച് പി ആൻഡ് എല്ലും പോകണം. അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം. ഇതാണ് കാണുന്നത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് എന്ത് വരണം, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് ആ ഒരു ലോഡിംഗ് എമൗണ്ട് എത്ര, 500 രൂപ. അതെങ്ങനെ കിട്ടി, 2000 ഇൻറ്റു 133.33 അല്ലെങ്കിൽ 25% എന്നുള്ള രീതി കാണാം. 2000ന്റെ 50% 1000 ആണ്. 1000ന്റെ പകുതി എത്രയാണ്, 500 ആണ്. അങ്ങനെ നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ലോഡിംഗ് എമൗണ്ട് അവിടെ എഴുതി. ഇനി അതിന്റെ കോസ്റ്റ് എമൗണ്ട് എത്ര ഉണ്ട്, 2000 500 ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 1500 അവിടെ പോകണം, പി ആൻഡ് എല്ലിൽ പോകണം. അപ്പം ബ്രാഞ്ച് പി ആൻഡ് എൽ എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തനുസരിച്ച് ബ്രാഞ്ച് എക്സ്പെൻസിന്റെ എമൗണ്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബ്രാഞ്ച് പി ആൻഡ് എല്ലിൽ ഈ ഷോർട്ടേജ് കൊണ്ടുവരിക, 1500 രൂപ. ഓക്കെ, ഇപ്പൊ ബ്രാഞ്ച് പി ആൻഡ് എൽ എന്ത് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ബ്രാഞ്ച് പി ആൻഡ് എൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അതെന്തിനാ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്തിനുള്ളതാടാ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എന്തിനാണ്, ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തിയിട്ട്, ഇവിടെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ കണ്ടെത്തിയിട്ട് അതെന്ത് ചെയ്യണം, ബ്രാഞ്ച് പി ആൻഡ് എല്ലിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ നോക്കുക, ഇതാദ്യം ടോട്ടൽ ചെയ്യാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് 1,26,000 ഉണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ, ഇപ്പോ 12,500 ഉള്ളൂ. അപ്പൊ ബാക്കി ബാലൻസ് എത്ര, 1,13,500. എന്താണ് ബ്രാഞ്ചിലെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആ എമൗണ്ട് അങ്ങോട്ട് വരണടാ, ബ്രാഞ്ച് പി ആൻഡ് എൽക്ക് പോരണം. അപ്പൊ ബ്രാഞ്ച് പി ആൻഡ് എല്ലിലേക്ക് ഇത് എന്ത് ചെയ്തു പോകുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ഇവിടെ 1,13,500 ഉണ്ട്. ഇവിടെ എത്ര ഉള്ളത്, 1,13,500 ഇല്ലല്ലോ. അപ്പൊ ബാലൻസ് 1,13,500 56 1,500 57,500 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് എന്താണ്, ആ ബാലൻസ് എന്താടാ, അത് ജനറൽ പി ആൻഡ് എല്ലിലേക്ക്, ബ്രാഞ്ചിൽ നിന്ന് ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽ ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ പി ആൻഡ് എല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നിങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു ക്വസ്റ്റ്യനും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കുറെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.